ബോധപൂർവം വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകരുതെന്ന അജണ്ട UDF-നുള്ളതുകൊണ്ടാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സർക്കാർ എന്തൊക്കെ ചെയ്തില്ല എന്ന ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ടാകും. അവിടെ കോൺഗ്രസും UDF-ഉം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? വയനാട്ടിൽ അവർ നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയ വീടുകൾ എവിടെ എന്നുള്ളതായിരിക്കും. നാളുകളായി പിരിവ് നടത്തി, ആ പിരിവ് നടത്തിയതിൽ നല്ലൊരു പങ്ക് മുക്കിയെന്ന് കേൾക്കുന്നു. പിന്നീട് അത് പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് പോലും കാണാതാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ ദേശീയ നേതാക്കളടക്കം വന്ന് കല്ലിടുന്നതാ ഉടനടി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാമെന്ന് പറയുന്നു. പിന്നീട് ഒന്നും ഉണ്ടാകുന്നില്ല. ആ കല്ലിന്റെ മുകളിൽ കുറെ പുല്ലുകളല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതിന് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും ചർച്ചയായി തുടങ്ങുമ്പോൾ ഇന്ന് VD സതീശൻ മാധ്യമങ്ങളോട് അവിടെ പണി ആരംഭിച്ചു എന്നാണ് പറയുന്നത്. പച്ചക്കള്ളം പറയുകയാണ് അദ്ദേഹം. അവിടെ ഒരു പണിയും തുടങ്ങിയിട്ടില്ല കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ നിലയിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് ചർച്ച വരികയാണെങ്കിൽ കോൺഗ്രസിന് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല ഈ സർക്കാരിന്റെ കാലത്തെ മുൻ സർക്കാർ UDF സർക്കാർ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താരതമ്യം ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്നും 10 വർഷം കൊണ്ട് എത്രമാത്രം മാറ്റം വന്നിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകും. ആ ചർച്ചകളിലേക്ക് പോകാതിരിക്കാനാണ് UDF ശ്രമിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. ഈ വനവാസത്തിലെ രാഷ്ട്രീയ പ്രതികരണം മാത്രം മതി അതിനെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളായി ഉദാഹരിക്കാൻ. ആദ്യഘട്ടത്തിൽ 100 സീറ്റിലധികം എന്നുള്ളത് തന്നെയായിരുന്നു VD സതീശന്റെ നിലപാട്. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും ആദ്യഘട്ടത്തിൽ 100 സീറ്റിലധികം എന്നുള്ളതായിരുന്നു. പിന്നീട് അത് ചർച്ചയാകുന്നുണ്ട്. അത് ചർച്ചയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ നിലപാട് തിരുത്തുന്നുണ്ട്. അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് വീണ്ടും വിവാദമാകുമ്പോഴാണ് മികച്ച വിജയം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ റിയാലിറ്റി മറ്റൊന്നാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ടാകണം. സർക്കാർ വിരുദ്ധ വികാരം എന്നത് വോട്ടാകണമെങ്കിൽ സർക്കാരിനെതിരായ പ്രചാരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. ഇവിടെ UDF അതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം.